ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള ചൈന എത്രത്തോളം പല രാജ്യങ്ങൾക്കും നേരിട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടും ഒക്കെ ഭീഷണി ഉളവാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളുടെ അതിർത്തിയിലും അതുപോലെ തന്നെ ഇപ്പോൾ വളരെ കുറെ കാലമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ തന്നെ നമ്മൾക്ക് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ, ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു റിയാലിറ്റി നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ചൈനയുടെ ബുള്ളിങ് എന്നാ പറയാം. കാരണം അവരുടെ ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആം, പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയെ അവർക്ക് നേരിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ അത്രയ്ക്കും ഒരു മസിൽ ഫ്ലെക്സിങ് നടക്കത്തില്ലെങ്കിൽ തന്നെയും മറ്റ് പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, വിയറ്റ്നാം, തായ്വാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ ചൈന വളരെ, കാരണം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ ചൈന പ്രധാനമായിട്ടും ആം, അവരുടെ വാട്ടർ അല്ലെങ്കിൽ ഓഷ്യനിലാണ്, സമുദ്രത്തിലാണ് കൂടുതൽ ഈ രാജ്യങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നും വളരെ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഒരു ഭീഷണിയൊക്കെ നേരിടുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആ, വീഡിയോ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ആയിട്ട് ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്വാനുമായിട്ട് നമ്മൾ ചൈനയായിട്ടുള്ള ഒരു വിഷയം കൊണ്ട് തീർച്ചയായിട്ടും തായ്വാനുമായിട്ട് അത്ര അടുത്ത പറയത്തക്ക കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മൾ ഇതുവരെ, കാരണം ചൈനയെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചൈനയെ പ്രൊവോക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ നമ്മൾ. എന്നാലും ഇന്ത്യ തായ്വാൻ ഇക്കണോമിക് റിലേഷൻസ് ഒക്കെ ഉണ്ട്. മറ്റ് റിലേഷൻസിലേക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി, ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധപരമായിട്ടുള്ള റിലേഷൻസിലേക്കൊന്നും ഇപ്പോൾ ഇന്ത്യ വിയറ്റ്നാമോ ഇന്ത്യ ഫിലിപ്പീൻസുമായിട്ടോ ഒക്കെയുള്ള തരത്തിലുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ ഈവൻ ഇന്ത്യൻ ജപ്പാനുമായിട്ടൊക്കെ നമ്മൾ ക്വാഡിലെ മെമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ തായ്വാനുമായിട്ട് നമ്മൾ അത്രയ്ക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്കുള്ള ബന്ധങ്ങൾ നമ്മൾ ഇതുവരെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് നമുക്ക് കഴിയാത്തതുകൊണ്ടല്ല, നമ്മൾ തീർച്ചയായിട്ടും ചൈനയെ പ്രൊവോക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കാരണം നമ്മൾ ചൈനയെ തീർച്ചയായിട്ടും തായ്വാന്റെ പേരിൽ അല്ലെങ്കിൽ തായ്വാന് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രതിരോധപരമായിട്ട്. അതിന് നമ്മൾ മുതിരാത്തത് കാരണം ചൈനയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകരുത് എന്ന് നമ്മൾ കരുതി തന്നെയാണ് നമ്മൾ അത്തരം ഒരു നടപടിക്ക് മുതിരാത്തത്. പക്ഷെ നമ്മൾ വിയറ്റ്നാമുമായിട്ടും, കാരണം ചൈന പറയുന്ന തായ്വാൻ അവരുടെ ഭാഗമാണെന്നുള്ളതാണ്. അത് ഒരു ഇപ്പൊ ഇന്ത്യ കാശ്മീർ വിഷയം പോലെ തന്നെ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ കാശ്മീർ നിലനിൽക്കുന്ന പോലെ തന്നെ ചൈനയും തായ്വാൻ തമ്മിലൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ കൂടുതൽ ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നമ്മൾ നടത്തുന്നില്ല, കാരണം ചൈനയെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക്. പക്ഷേ തായ്വാനായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ വിയറ്റ്നാമായിട്ട്, ഫിലിപ്പീൻസുമായിട്ട്, ഇന്തോനേഷ്യ ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു പരിഗണന നമ്മൾ ചൈനയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ശക്തമായിട്ടുള്ള ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണികളും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ നേരിടുന്ന രാജ്യങ്ങളാണ് വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഒക്കെ തന്നെ. അപ്പോൾ ഈ രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അമേരിക്കയുടെ ശക്തമായിട്ടുള്ള ബാക്കിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ ഈ ചൈനയിൽ നിന്നും അവർ നേരിടുന്ന ഈ വൻ ഭീഷണികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഈ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എങ്ങനെ ആശ്രയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൂന്ന് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫിലിപ്പീൻസിൽ ഈ വിയറ്റ്നാമുമായിട്ടൊക്കെ നമ്മൾ ശക്തമായിട്ടുള്ള ഈ ആംസ് ഡീലിൻ്റെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ വിയറ്റ്നാമുമായിട്ട് ഏകദേശം $700 മില്യൺ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഡീല് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്തോനേഷ്യയും താമസിയാതെ തന്നെ ഇന്ത്യയുമായിട്ട് ഇങ്ങനൊരു കരാറിൽ ഏർപ്പെടുകയും നമ്മൾ അവർക്ക് ബ്രഹ്മോസ് മിസൈൽ, അപ്പം ഫിലിപ്പീൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സംസാരിക്കാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ ഭീഷണി അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും പറയാറ്.
അത് വളരെ ഫലവത്താണെന്നുള്ളത്. കാരണം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുമിച്ച് നിർമ്മിക്കുന്നതാണ്. റഷ്യയും ചൈനയും തമ്മിൽ നല്ല സൗഹൃദം, ഏറ്റവും വളരെ അടുത്ത ബന്ധമാണ്. പക്ഷേ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇന്ത്യയും റഷ്യയുടെ ജോയിന്റ് കൊളാബറേഷൻ കൂടെയാണല്ലോ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലാണത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ്, അല്ലെങ്കിൽ ജോയിന്റ് കൊളാബറേഷൻ ആണ്. അപ്പോൾ ഇന്ത്യയുടെ റഷ്യയുടെയും ഈ പറഞ്ഞ വെപ്പൺസ് അല്ലെങ്കിൽ മിസൈൽസ് വളരെ ഹൈ ടെക്നോളജി അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് അത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് കൊടുത്തതും കൊടുക്കുവാൻ തയ്യാറാകുന്നതും. അപ്പോൾ ഇന്ത്യ താമസിയാതെ തന്നെ വിയറ്റ്നാമായിട്ട് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കരാർ നമ്മൾ വളരെ താമസിയാതെ തന്നെ ഒപ്പുവയ്ക്കും, അല്ലെങ്കിൽ അത് നിലവിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്തിൽ പ്രധാന വിഷയം. അപ്പം നമ്മൾ ഓൾറെഡി ഫിലിപ്പീൻസിന് ഈ മിസൈൽ സിസ്റ്റം ഡെലിവർ ചെയ്തിട്ടുണ്ട്. 2022 തോന്നുന്നു, 2022. അപ്പം ഇന്ത്യയും വിയറ്റ്നാം തമ്മിൽ ഇതിന്റെ ഫൈനൽ സ്റ്റേജിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഡയലോഗ്സ്, നെഗോസിയേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം $700 മില്യൺ കരാറ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഏകദേശം $700 മില്യൺ ഉണ്ടാകും ആ ഡീലിന്റെ എസ്റ്റിമേറ്റഡ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനൊരു പിന്നെ കരാറ് നിലവിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ ചൈനയിൽ നിന്നുള്ള സൗത്ത് ചൈന സീയിൽ ചൈനയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭീഷണി വിയറ്റ്നാമിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാനും അവരുടെ കോസ്റ്റൽ ഡിഫൻസിനെ, പ്രത്യേകിച്ച് നേവൽ ഡിഫൻസിനെ അവർക്ക് തീർച്ചയായിട്ടും, കാരണം വിയറ്റ്നാം ഒരു ദ്വീപല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ അതിർത്തികളൊന്നും പങ്കിടുന്നില്ല, ലാൻഡ് ബോർഡറൊന്നും പങ്കിടുന്നില്ല. ഈവൻ ഫിലിപ്പീൻസ് അതുപോലെ തന്നെ. അപ്പോൾ ഇന്തോനേഷ്യ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അവരെല്ലാം ഈ സൗത്ത് ചൈന സീയിൽ ആണ് ചൈനയുടെ ബുള്ളിങ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് അവർക്ക് കൂടിയേ തരൂ. അപ്പോൾ ഏറ്റവും പിന്നെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് വെപ്പൺസ് അല്ലെങ്കിൽ വെപ്പണറീസും അല്ലെങ്കിൽ ഈ സിസ്റ്റംസ് ഒക്കെ തന്നെ ക്വാളിറ്റി വളരെ മികവ് പുലർത്തുന്നതും അതുപോലെ തന്നെ കോസ്റ്റിൽ വളരെ കുറവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയെ പോലെ തന്നെ ഒക്കെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഈ രാജ്യങ്ങൾക്ക് പിന്നെ അമേരിക്ക പോലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ അമേരിക്കയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിലിറ്ററിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിലിപ്പീൻസിനെ വിയറ്റ്നാമിനെ ഒക്കെ തന്നെ. എന്നിരുന്നാൽത്തന്നെയും ഈ പറഞ്ഞ അവർ ചാർജ് ചെയ്യുന്ന കോസ്റ്റ് ഒക്കെ വളരെ അവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ പറഞ്ഞ ലോ കോസ്റ്റ് ബട്ട് ഹൈ ടെക്നോളജി, വളരെ എഫിഷ്യൻസിയുള്ള ഈ സിസ്റ്റംസ് ഒക്കെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫിലിപ്പീൻസ് ഓൾറെഡി ഈ വെപ്പൺ സിസ്റ്റം ഏകദേശം അവർ നമ്മൾ നേരത്തെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പീൻസാണ് ആദ്യമായിട്ട് ഇത് മേടിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് വിയറ്റ്നാം അതിൻ്റെ പുറകെ തന്നെ, ഇനിയും താമസിയാതെ തന്നെ ഇന്തോനേഷ്യയും ഇത് മേടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിവാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻഡോ പസഫിക് റീജിയനിൽ ഈ പറഞ്ഞ ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ച തോതിലുള്ള ഈ സമ്മർദ്ദങ്ങൾ, ഈ ഇൻഡോ പസഫിക് റീജിയൻ, പസഫിക് ഓഷ്യനിലും സൗത്ത് ചൈന സീ എന്ന് പറയുന്ന ആ ഏരിയയിലൊക്കെ തന്നെ ചൈനയുടെ വൻതോതിലുള്ള പിന്നെ എന്താണ് പറയുക പരാക്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ രാജ്യങ്ങൾക്കെതിരാണല്ലോ. അപ്പോൾ 2022 ഫിലിപ്പീൻസ് നമ്മൾ $375 മില്യൺ ഒരു ഡീൽ നമ്മൾ കരാറ് കരസ്ഥമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആദ്യത്തെ നമ്മൾ ഇന്റർനാഷണൽ സെയിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഇൻഡോ പസഫിക് റീജിയനിലെ ഇതുപോലുള്ള രാജ്യങ്ങൾ ഇപ്പം വിയറ്റ്നാം കൂടെ മേടിക്കുമ്പോൾ, അത് കഴിഞ്ഞ് ഇന്തോനേഷ്യ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തായ്വാന് വിൽക്കാൻ സാധിക്കും. കാരണം തായ്വാൻ ഇത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തായ്വാനും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലേക്ക് നമ്മൾ പോയി തായ്വാൻ്റെ പക്ഷം പിടിച്ച് അവർക്ക് മിലിറ്ററി പിന്നെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സെയിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വൻതോതിലുള്ള പ്രകോപനം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നുള്ള സംശയമില്ല. അപ്പോൾ ഈ കടൽ സീയിലൊക്കെ തന്നെ ഈ ചൈനയുടെ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്, കാരണം ചൈന വളരെ പിന്നെ ഡോമിനൻ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും അവരുടെയാണെന്നുള്ള വാദഗതിയിൽ അവർ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ രാജ്യങ്ങളുമായിട്ടുള്ള
ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ രാജ്യങ്ങൾ വൻതോതിലുള്ള പ്രഷർ, സമ്മർദ്ദം അല്ലെങ്കിൽ ഭീഷണികൾ ചൈനയിൽ നിന്ന് നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഡീലിന് വേണ്ടി. അപ്പം സെൻട്രൽ ഏഷ്യ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി ബ്രഹ്മോസ് സിസ്റ്റത്തിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും താമസിയാതെ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ രാജ്യങ്ങൾ നമ്മളിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം മേടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഫിലിപ്പീൻസാണ് ആദ്യത്തെ രാജ്യം. നമ്മുടെ ഇൻ്റർനാഷണൽ സെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ കസ്റ്റമർ ഫിലിപ്പീൻസാണ്. ഇപ്പം വിയറ്റ്നാം ആയിട്ടുണ്ട്. ഇന്തോനേഷ്യ ഒരുപക്ഷെ പെട്ടെന്നായിരിക്കത്തില്ല, വരും മാസങ്ങളിൽ ചിലപ്പോൾ ഇന്തോനേഷ്യ അത് ഡീല് ഫൈനലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന് പ്രത്യേകിച്ച് നമുക്ക് UAE അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളായിരിക്കും ഇത് മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ മിസൈൽ സിസ്റ്റത്തിന് വലിയ ലോങ് റേഞ്ച് മിസൈലൊന്നുമില്ല. ഇപ്പോഴത്തെ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇത് ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത സമയത്ത് 290 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് ക്യാപ്പ് ചെയ്തിരുന്നത്. അതായത് ഇന്ത്യ അന്ന് ഈ MTCR എന്ന് പറഞ്ഞ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം എന്ന് പറഞ്ഞൊരു കരാർ, ഒരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു അതൊരു ഡീൽ, അതൊരു ട്രീറ്റിയാണ് ശരിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾക്കിടയിലുള്ള മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ട്രീറ്റിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അന്ന് അതിൽ ഇന്ത്യ പിന്നെ ഒപ്പുവെക്കാത്ത ഒരു രാജ്യമായിരുന്നു. അതിനുശേഷം നമ്മൾ 2016 അതിൽ മെമ്പർ ആകുകയും, അപ്പോൾ അതുവഴി നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന മിസൈലിൻ്റെ റേഞ്ച്, അപ്പം അതിനകത്തിൽ മെമ്പർ അല്ലാത്തൊരു രാജ്യത്തിന് 300 കിലോമീറ്ററിന് താഴെ മാത്രമേ മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. 300 കിലോമീറ്ററിന് മേലുള്ള മിസൈലുകൾ നമ്മൾ നിർമ്മിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം എന്ന് പറയുന്ന ട്രീറ്റിൽ ഒപ്പിട്ട് അതിനകത്തിൽ നമ്മളൊരു മെമ്പർ ആയിരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്തിൽ മെമ്പറാകാൻ താല്പര്യമില്ലാത്ത രാജ്യത്തിന് 300 കിലോമീറ്റർ താഴെ റേഞ്ചുള്ള മിസൈൽ മാത്രമേ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു രാജ്യത്തിന് ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷേ 290 കിലോമീറ്റർ റേഞ്ചുള്ളൊരു മിസൈൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 290 അല്ലെങ്കിൽ 300 കിലോമീറ്ററിന് മേളിൽ റേഞ്ച് ഉണ്ടാണ് ഈ മിസൈലിന്. അപ്പോൾ അങ്ങനെ മിസൈലിന് റേഞ്ച് നമുക്ക് കൂട്ടണമെങ്കിൽ അതിനുള്ള അനുവാദം നമുക്ക് MTCR എന്നുള്ള ഒരു ട്രീറ്റിയിൽ നമ്മളെ മെമ്പർ ആകുകയാണെങ്കിൽ മാത്രമേ സാധിക്കില്ല. അപ്പോൾ 2016 നമ്മൾ MTCR മെമ്പറായി. അപ്പോൾ അതിനുശേഷം നമുക്ക്, അപ്പോൾ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചിട്ട് രാജ്യങ്ങൾക്ക് 300 കിലോമീറ്ററിന് മേലുള്ള മിസൈലുകൾ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എങ്ങനെ? അപ്പം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവർ MTCR അവർ മെമ്പർ ആകണം. അപ്പോൾ അങ്ങനെ ഈ 2016 ഇന്ത്യ MTCR മെമ്പർ ആകുകയും അതുവഴി നമുക്ക് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ റേഞ്ചുകൾ അത് കൂട്ടാൻ സാധിക്കുകയും ചെയ്തു. മെമ്പർഷിപ്പ് നമുക്ക് ലഭിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ മിസൈലിൻ്റെ റേഞ്ചുകൾ കൂട്ടാൻ സാധിക്കുകയും അല്ലെങ്കിൽ കൂട്ടാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം റഷ്യയുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ പറഞ്ഞ മിസൈൽ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റീസ് എല്ലാം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഇപ്പോൾ അതിൻ്റെ റേഞ്ച് 400 കിലോമീറ്ററിനും 600 കിലോമീറ്ററിനും ഒക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള എന്താ പറയുന്നത് എഫേർട്സ് അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സും അടുത്ത കാലത്ത് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് റേഞ്ച് വേർഷൻ, അതായത് ഏകദേശം 400 കിലോമീറ്ററിന് മുകളിൽ ഈ ടാർഗറ്റിനെ കൊണ്ട് ഹിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പരീക്ഷണം എയർഫോഴ്സും സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രഹ്മോസ് മിസൈൽ സുഖോയ് ഫൈറ്റർ ജെറ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ റേഞ്ച് കൂട്ടിയിട്ടുണ്ട് 400 കിലോമീറ്ററിന് മുകളിൽ. അപ്പോൾ ഇത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ എന്താണ് ടെക്നോളജി സുപ്പീരിയർ ആയിട്ടുള്ളൊരു മിസൈൽ സിസ്റ്റം തന്നെയാണ്. അതിനതിൽ ആരും സംശയമൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മിസൈൽ സിസ്റ്റം തന്നെയാണ് ബ്രഹ്മോസ്. പക്ഷേ അതിൻ്റെ റേഞ്ച് ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ അല്ലാതെ നമുക്ക് ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട്. ഇപ്പോൾ അഗ്നി അതുപോലുള്ള മിസൈലുകളൊക്കെ ഉണ്ട് നമുക്ക്, ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് നമുക്ക് പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മിസൈൽ സിസ്റ്റമാണിത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇതൊരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ എല്ലാം നമ്മൾ ബ്രഹ്മോസ് സിസ്റ്റം കൊണ്ട് നമ്മൾ എക്വിപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അത് വലിയൊരു എന്താണ് പറയുന്നത്, ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും. കാരണം സൗത്ത് ചൈന സീയിലും ഇൻഡോ പസഫിക് ഓഷ്യനിലൊക്കെ ചൈനയുടെ
ഈ പറഞ്ഞ വലിയ കളിയൊന്നും നടക്കത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയും അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ എന്താ ആമിങ് ഈ രാജ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് ഒരു ആശങ്ക ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി അത്ര പെട്ടെന്ന് ഈ രാജ്യങ്ങളെ ഒന്നും കയറി ആക്രമിക്കുക അല്ലെങ്കിൽ ആക്രമിക്കാൻ അങ്ങോട്ട് ചെല്ലുക എന്നുള്ള ചൈനയ്ക്കൊരു പിന്നെ എന്താണ് പറയുന്നത്, ചൈനയുടെ ഒരു പദ്ധതി അത്ര പെട്ടെന്ന് നടക്കത്തില്ല. കാരണം ലോകരാജ്യങ്ങളുടെ കാര്യം നമ്മളെടുത്ത് നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സ് നടക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഏതെങ്കിലും ഒരു രാജ്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറുഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ശക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ശക്തികൾ തീർച്ചയായിട്ടും ചെല്ലും. ഇതെല്ലാം ജിയോ പൊളിറ്റിക്സിൻ്റെ പിന്നെ ജിയോ ഇക്കണോമിക്സിൻ്റെ ഒക്കെ ഭാഗമാണെങ്കിൽ തന്നെയും ഇപ്പം ചൈന വൻതോതിലുള്ള ഈ പറഞ്ഞ പവർ പ്രൊജക്ഷനും ബുള്ളിങ്ങും ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിയറ്റ്നാം അല്ലെങ്കിൽ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇന്ത്യ അല്ലെങ്കിൽ ജപ്പാൻ, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അത് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്കിതിനകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈന വൻതോതിലുള്ള അഗ്രസീവായിട്ടുള്ള ടെറിട്ടോറിയൽ ക്ലെയിംസ്, കാരണം ഇത് ഞങ്ങളുടെയാണ്, മനസ്സിലല്ലോ, ഈ ഇത്രയും സ്ഥലം ഇത്രയും കടൽ ഞങ്ങളുടെയാണ് എന്നൊക്കെയുള്ള ക്ലെയിമാണ്. കാരണം ഇപ്പോൾ ഓരോ രാജ്യത്തിനെ സംബന്ധിച്ച് അവരുടെ ഇക്കണോമിക് സോൺ ഉണ്ട്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉണ്ട്, സോറി എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉണ്ട്. ഇപ്പോൾ എല്ലാ കടലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ തീരത്ത് നിന്ന് ഇത്ര നോട്ടിക്കൽ മൈൽ വരെ അവരുടെ പ്രദേശമാണ്. അപ്പോൾ ഈ വിയറ്റ്നാമിൻ്റെ, ഫിലിപ്പീൻസിൻ്റെ ഒക്കെ സ്ഥലത്ത് ചൈന കയറി അതിക്രമിച്ച് കയറിയിട്ട് ഇതെല്ലാം ചൈനയുടെയാണെന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഈ രാജ്യങ്ങൾ വൻതോതിലുള്ള ഭീഷണികൾ ചൈനയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധം എന്ന നിലയിൽ നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം ഉപയോഗിക്കും. ഈ രാജ്യത്തിനൊക്കെ ഒരു പിന്നെ ഒരു പുതു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്, അവരുടെ മിലിറ്ററിയെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അത് ചൈനയ്ക്ക് ഇപ്പോൾ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഫിലിപ്പീൻസുമായിട്ടും വിയറ്റ്നാമായിട്ടും തായ്വാനായിട്ട് മലേഷ്യ നമ്മൾ വിട്ടുപോയി, മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആയിട്ടും ചൈനയ്ക്ക് വൻതോതിലുള്ള പിന്നെ അല്ലെങ്കിൽ ചൈന ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം വഷളാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ക്ലെയിമിൻ്റെയും പേരിൽ. അപ്പം അതിൻ്റെ ഒരു 9-ലൈൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം വരുതിയിലാക്കുവാനും അല്ലെങ്കിൽ ചൈനയുടെ സ്വാധീന വലയത്തിന് ആക്കുവാനും ഒക്കെ ഉള്ളൊരു ശ്രമം ചൈനയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള EEZ എന്ന് പറയും, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൊക്കെ ചൈന കടന്നാക്രമണം അല്ലെങ്കിൽ കടന്നു കയറി ഇതൊക്കെ ചൈനയുടെ ഭാഗമാണെന്ന് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുകയും അപ്പോൾ അതുവഴി ഈ രാജ്യങ്ങൾ പലതരത്തിലുള്ള പിന്നെ എന്താണ് അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ചൈനയ്ക്കെതിരെ ഫിലിപ്പീൻസ് ആണെന്ന് തോന്നുന്നു, ഫിലിപ്പീൻസ് അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ചൈനയ്ക്ക് അത് തിരിച്ചടി നേരുകയും അത് ഫിലിപ്പീൻസ് ജയിക്കുകയൊക്കെ ചെയ്തൊരു വളരെ എന്താണ് പറയുന്നത് പുറമോട്ട് അല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ ശക്തമായിട്ടുള്ള മിലിറ്ററി സജ്ജീകരണങ്ങൾ ഈ രാജ്യങ്ങൾക്ക് വേണം. അപ്പോൾ അത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ തീർച്ചയായിട്ടും ആ റോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ത്യ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പം നമുക്കറിയാം ചൈന നമ്മളുടെ ചുറ്റിനും വന്നിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ നേപ്പാൾ, മാലിദ്വീപ്, ശ്രീലങ്ക ഈ രാജ്യങ്ങളെയൊക്കെ വരുതിയിലാക്കിയിട്ട് നമ്മളെ ചുരുട്ടാൻ വേണ്ടി, നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ വികസനത്തെയും അല്ലെങ്കിൽ ഈ എക്സ്പാൻഷൻ ഇന്റർനാഷണൽ നമ്മുടെ സ്വാധീനത്തെയൊക്കെ തന്നെ ലിമിറ്റ് ചെയ്യാനും പരിമിതപ്പെടുത്താൻ, ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അതിനൊരു കൗണ്ടർ പണി കൊടുക്കുക എന്നുള്ളത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും ഇന്നത്തെ നമ്മളുടെ അവസ്ഥയിൽ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ആ റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻസാണ്. ഏത് വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് തന്നെ. തായ്വാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ചൈന വളരെ നമുക്ക് പ്രകോപനപരമായിട്ടുള്ള പല നീക്കങ്ങളും ചൈന നടത്തുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിലും ചൈനയിലും ഒക്കെ തന്നെ, സോറി പാകിസ്ഥാനിലും ഒക്കെ തന്നെ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു മറുപടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ അത്രയ്ക്ക് ബോൾഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും തായ്വാനെ നമുക്ക് ഇതുപോലെ ആം ചെയ്യാം. തായ്വാനെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം കൊടുത്ത് നമ്മൾ ആം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയ്ക്കെതിരെ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ തായ്വാന് സാധിക്കും. പക്ഷേ ആ ഒരു അവസ്ഥയിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മളിതുവരെ നമ്മളുടെ ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ചൈനയെ നമുക്ക് തീർച്ചയായിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു ഡിഫൻസ് മിസൈൽ സിസ്റ്റം വാങ്ങിക്കും എന്നുള്ളൊരു ഏം, അറിവ് തന്നെയാണ് നമുക്കുള്ളത്. അത് തന്നെയല്ല, നമ്മൾ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം മാത്രമല്ല, മറ്റു പല, ഇപ്പം നമ്മളൊക്കെ നമ്മൾ അർമീനിയയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഡിഫൻസിൻ്റെ എന്താണ് പറയുന്നത്, ഉൽപ്പന്നങ്ങൾ ഡിഫൻസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വെപ്പൺസ് മാത്രമല്ല, പലതരത്തിലുള്ള ഡിഫൻസ് ഐറ്റംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഇതിന് വൻതോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യത്ത് അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ നിന്നും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ നിന്നൊക്കെ തന്നെ വൻതോതിലുള്ള ഈ പ്രതിരോധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ, കാരണം അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളെ നമുക്ക് കൂടുതൽ എപ്പോഴും എന്നും നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ വളർന്നു വരുന്നൊരു സമ്പദ് ശക്തി ആകുന്നത് കൊണ്ട് നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമുക്ക് സ്വയം പര്യാപ്തത തീർച്ചയായിട്ടും വൻതോതിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് അഹെഡ്. തൃപ്തികരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവാണ് നമ്മളുടെ മുമ്പോട്ടുള്ള പോക്ക്. പക്ഷേ നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പം ഈ പ്രതിരോധ മേഖലയിലും നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മളുടെ സേനകൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങളും മിസൈലുകളും റോക്കറ്റ്സുകളും നേവൽ ഷിപ്സുകളും ഫൈറ്റർ ജെറ്റ്സുകളും ഒക്കെ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കേണ്ട ഒരു സ്വന്തമായി നിർമ്മിച്ച് ഏകദേശം പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം. ഇപ്പോൾ അമേരിക്കയെ പോലെ രാജ്യം, റഷ്യ പോലെ രാജ്യം, അവർക്ക് റഷ്യയൊക്കെ ഈ യുദ്ധത്തിലൊക്കെ അത് ഇറാനെയും ചൈനയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഡ്രോണിനും അല്ലെങ്കിൽ ചൈനയെ ഈവൻ ഇന്ത്യയെ പോലൊക്കെ അവർ ആശ്രയിക്കുന്നുണ്ട്. അപ്പം എന്നാൽ തന്നെ ഒരു നോർമലായിട്ടുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ മിലിറ്ററി പർച്ചേസുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യ പോലെ രാജ്യം, ഈവൻ ചൈന പോലും റഷ്യയുടെ സിസ്റ്റംസ് S-400 ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. എന്നാലും ചൈന ഏറെക്കുറെ നല്ലൊരു ശതമാനം അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ അവർ സ്വയം ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. അപ്പം അതുപോലൊരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ അതാത് കാലത്ത് ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എന്നാലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. നമുക്കിപ്പം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് സുലഭമായി എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മുടെ സുരക്ഷയ്ക്ക് അതൊരു സുരക്ഷയല്ല. ശരിക്കും പറഞ്ഞാൽ അതിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഏത് രീതിയിലും അതിനെ ഒരു നമ്മൾ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന ഒരു പരിമിതികൾ എത്രത്തോളമാണെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്ക് ആയുധം തരുന്ന രാജ്യം അതിനകത്തുള്ള ഒരു മെല്ലെപ്പോക്ക് നയം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ അത് വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് സ്വയം പര്യാപ്തത ഈ മേഖലയിൽ നേടിയെടുക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു പിന്നെ പ്രിയോറിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ് സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടുകൂടി അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള പല സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം കൂട്ടായ പ്രയത്നത്തിൽ കൂടി അതിനകത്തുള്ളൊരു മാറ്റം വരുത്തുന്ന ഒരു പാതയിലാണ് ഇപ്പോൾ ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ സേനയ്ക്ക് തന്നെ ആവശ്യമായിട്ടുള്ള പിന്നെ അവസ്ഥയിലേക്ക് നമ്മുടെ ഉൽപ്പാദനം എത്തിക്കാൻ സാധിക്കുന്നില്ലാത്ത ഈ ഒരു അവസ്ഥയിലും നമ്മൾ ഇതിനെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. സാറിന് നമ്മളൊരു രാജ്യം ഒരു ഉൽപ്പന്നം എപ്പോഴാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? കാരണം നമുക്ക് ആഭ്യന്തരമായിട്ട് അത് പിന്നെ ആവശ്യത്തിലധികം ഉള്ളപ്പോഴാണ് ഏതൊരു ഉൽപ്പന്നം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കുന്നു, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ ബാക്കിയുള്ള എക്സ്ട്രാ വരുന്നതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നോർമൽ കണ്ടീഷനിൽ. അപ്പം ഇപ്പോൾ അമേരിക്ക, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ വൻതോതിൽ ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സിന് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഉണ്ടാക്കാതെയാണ് തീർച്ചയായിട്ടും അവരെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യയും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈക്കോ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ആയുധ കയറ്റുമതികൾ തീർച്ചയായിട്ടും വർദ്ധിക്കാനും കൂടുതൽ രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആകാശ് മിസൈല്, ബ്രഹ്മോസ് മിസൈല്, അതുപോലെ തന്നെ പിനാക എന്നൊക്കെ പറയുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് കൂടുതൽ രാജ്യങ്ങൾ ഇതിനെ വാങ്ങിക്കുവാൻ താല്പര്യം കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ പ്രോഡക്ട്സ് എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ്. പിന്നെ കോസ്റ്റിലും മറ്റു രാജ്യങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നതായതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇനിയും വരും
മാസങ്ങൾ അല്ലെങ്കിൽ വരും വർഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വെപ്പൺ സിസ്റ്റംസ് ആശ്രയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഹാവ് എ വണ്ടർഫുൾ ഡേ.